അല്ലല്ല അത് ഹോസ്റ്റ് ഷട്ട് ഡൗൺ ആയതാണ്. അല്ല അപ്പൊ ഇതോ വേറെ ഹോസ്റ്റ് ആയിരിക്കും. ഇത് വേറെ ഹോസ്റ്റ് അല്ലടാ. ലാവൻഡർ തള്ളേ എന്റെ നാവൊക്കെ ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടാ. മിണ്ടല്ലേ എവിടാ സേവ് ചെയ്യുന്നേ? എവിടാ സേവ് ചെയ്യുന്നത്? പച്ച ഇത് തന്നെ. ഓ എടാ എടാ ബോബ ഇത് മെട്രോ കയറുന്ന വഴി എങ്ങനെയാ? എനിക്ക് അറിഞ്ഞൂടല്ല. മെട്രോ കയറുന്നതിന് കുറച്ച് മുട്ട മേടിച്ചോണ്ട് ഒരു 1/2 കിലോ മുട്ട മേടിച്ചോണ്ട് ഉള്ളി വെച്ച് പൊരിച്ച് നമുക്കൊരു 1 സൈഡ് ഓംലെറ്റ് അടിച്ചാൽ കഴിക്കാം മുട്ടക്ക്. ലിഫ്റ്റ് ഉണ്ടെന്ന് ഇവിടെ. ഓ എന്നിട്ട് നീ നിന്റെ തല ചുമന്നോണ്ട് നടക്ക്. 10 മാസം നീ നിന്റെ നിങ്ങൾക്കിപ്പോ എന്നെ പറഞ്ഞാലും കൊള്ളു. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് ഉമ്മാർ ആ രീതിയിൽ തന്നെ റിപ്ലൈ അടിക്കും. അത് പിന്നെ അത് നിങ്ങൾക്ക് ശോകവും അല്ല സിറ്റി വെറുതെ അല്ല എന്ത് റിപ്ലൈ അടിക്കാന്ന് പറഞ്ഞു പറയാൻ. അത് റിപ്ലൈ അടിക്കുമ്പോ മനസ്സിലാവത്തില്ല. നിങ്ങൾ ഞാനൊരു കാര്യം പറഞ്ഞു ഇവർക്ക് ഞാൻ ലീഡറാ. നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ കാണും. ഇല്ല ആരുമില്ല. നമ്മള് പറഞ്ഞത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ചുമ്മാ ഈ നാടും നടന്ന് വള്ളി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 8 ആയി ആ 8 ആയത് പറഞ്ഞിട്ട് കാര്യം കേട്ടോ. ഇങ്ങനെന്തോടാ ഇങ്ങനെന്തോ ഓസി പറയുന്ന ഓടാ പോലെയാടി. അപ്പൊ ഓസി പറയുന്നവൻ ഏറ്റായെന്നോ? നിന്റെ വീട്ടിൽ പോയിട്ടാണ് പാട്ടി താഴെ നിന്റെ അച്ഛൻ അണ്ണി വൈകിട്ട് ഇറങ്ങി. അവ 8 മേടിച്ചെന്ന് കണ്ണൻ അണ്ണി പിടിച്ച് ഞാനാ വന്നിട്ട് പൊറ പൊറിയവൻ ഇറങ്ങി. അവന്റെ അച്ഛൻ അണ്ടി അവൻ വന്നേക്കുന്ന അവൻ 8ന്റെ അണ്ടി. അവൻ പൊലയാടി മൊട്ടപ്പട്ടി. ഓ വേണ്ടാന്ന് വിചാരിച്ചെന്ന്. നിങ്ങൾ എന്തിന് ഹെയ്റ്റ് മേടിക്കുന്നേന്ന്? ഇതൊക്കെ എന്തിന് കേസ്? ഇതിനൊക്കെ ഞാൻ എന്തിനു പറയണം കേസ്? ഞാൻ ഇതിനൊക്കെ ഇതിനൊക്കെ ഞാൻ എന്തിനു പറയണം? ഞാനിതിന് അവൻ വന്നിട്ട് എന്തേലും സംസാരിക്കുമ്പോഴത്തേക്കേ അപ്പം പറയുന്നത് ഞാൻ ഇതിനൊക്കെ ഹെയ്റ്റ് മേടി. ഞാൻ ഒന്നും പറയാനില്ല ഇതിന്. അല്ല എന്തിനാണ് ഇപ്പൊ ഓസി സംസാരിക്കേണ്ട ആവശ്യം? സിറ്റി പോലും ഇല്ലാത്തവരെ ഡ്രാഗ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവന്റെയൊക്കെ ആർപി. അതെ നമ്മളൊന്ന് കുറച്ച് സമാധാനം രണ്ടാമത് പറയുന്ന കേട്ടോടാ അളിയ. ഒരു ടിക്കറ്റ് വലിച്ചിട്ടേടാ ആ ചെയ്യുക. അല്ല DR എനിക്കെന്തായാലും ബാങ്ക് കിട്ടും. ഞാൻ നല്ലവനെന്നല്ല. അവൻ വീട്ടിൽ പോയി പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു നല്ലത് തന്നെ പറഞ്ഞു. ാ തന്നെയായിരുന്നു. ഏതായാലും നമ്മളങ്ങ് തിരിച്ച് ഡിഫൻസിറ്റി ഇച്ചിരി അങ്ങ് വഴി അവന്മാര് നമ്മളെ നോക്കി ഇരിക്കുവായിരിക്കും. വരട്ടെ. മുതുക്കില് തട്ടുകട നടത്താം ഇന്ന്. മുട്ട ഓംപ്ലേറ്റ് ഫ്രീ എല്ലാവർക്കും. അല്ലല്ല അത് വേണ വാശിക്ക് നാളെ ഒരു തട്ടുകട മുതുക്കിലും കിട്ടുവല്ലയാ.
ഇല്ല നിന്നവിടെ മൊട്ട മൊട്ട എല്ലാവർക്കും സിംഗിൾ വൺ സൈഡ്. ധാരാവിക്ക് ഫ്രീ. ധാരാവിൽ തന്നെ എല്ലാവർക്കും മൊട്ട ഓംപ്ലേറ്റ് ഫ്രീ. ഇതുപോലൊരു ദിവസമാണ് എനിക്കങ്ങ് ഭ്രാന്ത് കയറിട്ട് നമ്മള് മറ്റേ കൊല ലോഞ്ച് ചെയ്ത് ഇവിടെ പറ്റിയ ഒരാളുണ്ട്. വെയിറ്റ് അവനെ കൂടെ സിറ്റി കയറ്റി സൂപ്പർ ബസ്സിയാവും. ബോബിനെ വിളിച്ച് കയറ്റിയല്ല. ഇല്ല ബോബൊന്നും കയറില്ല. ഇല്ലടാ സാക്ക് ഉണ്ടായിരുന്നെങ്കിലാടാ, മുച്ചിരിയോ സാക്കോ ഉണ്ടായിരുന്നെങ്കിൽ. അരിമാഡ് ബോയ് ഡേ കുട്ടാ, നീ വീണ്ടും കംബാക്ക് അടിച്ചോ? നീ കംബാക്ക് അടിച്ചിട്ട് 2 മാസം കഴിഞ്ഞ് ഞാനാടാ സിറ്റി കാണേ കാണേ. എന്ത് പറ്റാണോ? പ്രശ്നമൊന്നുമില്ലടാ. പെട്ടെന്ന് അപ്രത്യക്ഷനായല്ലോ. അതൊന്ന് അപ്രതീക്ഷിക്കായ ബോബോയ് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ബോബോയ് നീ ഒറ്റൊരുത്തം കാരണമാണ് ഇന്നത്തെ കണ്ടപ്പോ പ്രശ്നം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ മൊട്ടവിളി ഇതും കൂടി കൂട്ടി 2003 കമ്പകളുടെ ഹലോ. ഓ എന്തോ ഹലോ. ഓ കേക്കാവോ? ഹലോ കേക്കുന്നില്ലല്ലോ. കേക്കാവോ? ഞാൻ കാരണം ഒരു സിറ്റുവേഷൻ ആയിട്ടാ, സോറി കേട്ടാ. ഞാൻ അവനെ അല്ല അണ്ണാ, ഞാൻ മതി. നിന്റെ കൂടുതൽ സെന്റ് അടിപ്പിക്കല് വേണ്ട. അല്ല ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ പോലെ ഇത്രയും ഒരു സെറ്റപ്പ് അല്ല ഞാൻ ഇവിടെ. മനസ്സിലായി. ആ സെറ്റപ്പ് ആണെങ്കിൽ പിന്നെ ഇവന്മാരോട് ജീവിച്ചില്ല. ബോബോ എന്താടാ ബോബോ ഇപ്പൊ പറഞ്ഞിട്ട് ഇതൊക്കെ എങ്ങനെയാണോ? ഇതൊക്കെ എന്താടാ? അതെനിക്കറിയാം. ഓൾട്ടി ആക്കിട്ട് വല്ല പൂമ്പാറ്റ പിടിയിട്ടുണ്ടോ? മുട്ടക്കച്ചവടം നടത്താം. മുട്ടക്കച്ചവടം നടത്താം. പിന്നെന്താ മുട്ടക്കച്ചവടം അല്ലടാ ഇപ്പൊ ട്രെൻഡിങ്. ഇവിടെ ഫോർ കുക്കിംഗ്. അങ്ങനെ കുക്കിംഗ് ചെയ്യണ്ടോ? ആ മുട്ടയിട്ടൊന്ന് ഒഴുകരുത്. എടാ മറ്റേ പടം കുക്കിംഗ് ഇമോട്ട് കോമൺ ആടാ. പണ്ട് തൊട്ടുള്ളൊരു കോമൺ ഇമോട്ട് ഉണ്ട്. അതാ ഞാൻ ചോദിച്ചേ. അത് കൂടുതലും വരുന്നത് ഇതിലാണ്. താഴോട്ട് പോയാ മതി. F4 ഏറ്റവും അടിയില്. F4 ഏറ്റവും അടിയിലാ അത് വരുന്നത്. പിസ്റ്റലെല്ലാം വേണോ? മറ്റേ കുക്ക് ചെയ്യുന്ന റിമോട്ട് ഉണ്ടല്ലോടാ, അത് ഏതായിരുന്നു? താറാവ് ഫ്രൈ. ബാർബിക്യൂ പോരാടാ. അതന്നെ ബാർബിക്യൂ. അതാണ് ഇമോട്ടിന്റെ പേര്. എടാ എല്ലാരും ഫ്രണ്ടിൽ നിക്കേ. കാണാൻ നിക്കുന്നവരെല്ലാം ഫ്രണ്ടിൽ സാധനം മേടിക്കാൻ നിക്കുന്നവരെ. എനിക്ക് 2 മുട്ട പുഴുങ്ങില് വേണേ. മുട്ട ഉള്ളി മുട്ടക്കച്ചവടം ഉള്ളി മുട്ടക്കച്ചവടം. ഫ്രീ ഓംപ്ലേറ്റ് ഫോർ സെയിൽ. ഒരു സിംഗിൾ താറാവ് വേണോ കോഴി വേണോ? താറാവ്. പട്ടിയും കോഴി ക്രോസ് അടിച്ചിട്ടുണ്ടായാലും മുട്ടയുണ്ട്. അത് വേണോ? ഹൈബ്രിഡ് അത് വേണ്ടല്ലോ. അത് ഇടക്കിടക്ക് ഇങ്ങനെ സിറ്റി വരാറുള്ള പുള്ളി വരുമ്പോഴേ മുട്ടയിടും. നമ്മള് മറ്റേ പുറത്തുനിന്ന് എന്ത് ചെയ്യാനാളിയാ? പുതിയ കച്ചവടം എങ്ങനെ ഇവിടുത്തെ പരിപാടികൾ?
ഓ ഇത് കൊള്ളാം, മുട്ട സെറ്റ് കച്ചവടം നല്ലോണം നടക്കല്ലേ താറാമുട്ട. നമ്മുടെ തലയ്ക്ക് പോലെ ഒരു ദൈവം ഉണ്ട്, കൺഫേം ആണ് കേട്ടോ. വെറൈറ്റി ഇവിടത്തെ വെറൈറ്റി ഇവിടെ വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് മുട്ട, താറാമുട്ട ഫ്രൈ, മുട്ടപ്പട്ടിയുണ്ട് സിറ്റിയിൽ ഒരു മുട്ടപ്പട്ടിയുണ്ട്, ഒരു ഗ്യാങ്ങിലുള്ള അവന്റെ മുട്ട. പട്ടിയിട്ട മുട്ടയുടെ ഓംലേറ്റ് ഉണ്ട്. ഓ പട്ടിയും കോഴിയും കൂടെ ക്രോസ് ചെയ്ത് ആ മുട്ട മുട്ടയുടെ മുട്ട. വെള്ളം ഒഴിക്കും, അതാണ് അവന്റെ പരിപാടി, വേറൊന്നുമില്ല. എല്ലാരും വിളി, മുതുകിലുള്ള എല്ലാവർക്കും ഓരോ മുട്ട വെച്ച് കൊടുക്കാം. ഇവൻ വെറുതെ അല്ല ബ്രോ, ഓരോ ഓംലെറ്റ് കഴിച്ചിട്ട് പോവാം. ഹലോ ബ്രോ, ഹലോ. മിണ്ടൂല്ല. അല്ല ചേട്ടാ, താറാമുട്ട എടുക്കും പുള്ളി മിണ്ടണമെങ്കിൽ 10 പേര് വരണം പുള്ളി മിണ്ടണമെങ്കിൽ. ചേട്ടാ. ഈ അറ്റത്ത് കാണുമല്ലോ മുട്ട. ഹലോ, എന്തോ കല്ലുമാത്തൻ കല്ലുമാത്തൻ ബ്രോ, ഒരു മുട്ട ഓംലെറ്റ് ആയാലോ? ഓംലെറ്റ് എടുക്കട്ടെ, ഒരു ഓംലെറ്റ്. ഓ വാ ബ്രോ, വരൂ. ഓംലെറ്റ് ആക്കിയാൽ മുട്ട ഓംലെറ്റ് ആക്കിയാൽ ഫ്രീ ആണ്. ധാരാവിലുള്ളവർക്ക് ഫ്രീ ആണ്. വലിയ മുട്ട, ചെറിയ മുട്ട, ധാരാവിലുള്ളവർക്ക് ഫുൾ കൂപ്പൺ ആണ്. സൗജന്യമായി കൊടുക്കുന്നത്. നിങ്ങളുടെ സ്വന്തം മുട്ടയാണോ? അല്ലല്ല, താറാവിന്റെ മുട്ട. താറാവിന്റെ ഇവിടെ താറാവും പട്ടിയും കൂടെ ക്രോസ് ചെയ്ത ഒരു മനുഷ്യൻ ഉണ്ടായിട്ടുണ്ട് ഈ സിറ്റിയില്. മൊട്ടാന്ന് അവന്റെ ഒരു താറാവും പട്ടിയും കൂടെ ക്രോസ് ചെയ്ത ഒരു മനുഷ്യൻ ഉണ്ടായിട്ടുണ്ട് ഈ സിറ്റിയില്. അവന്റെ പേരും എന്തോ മൊട്ടപ്പട്ടി എന്തോ ഏതോ ഗ്യാങ്ങിലൊക്കെ ഉണ്ട്. അവന്റെ മുട്ടയാണ്, അവന്റെ മുട്ട. നിനക്ക് ഫ്രീ ആണ്, നീ കഴിച്ചിട്ട് പോ. ഗ്യാങ്ങിന്റെ പേര് ഏതോ ഒരു കഴിവട്ട ഗ്യാങ്. ഇതുവരെ അങ്ങനെ വലിയ കഴിവും തെളിച്ചില്ല. അപ്പൊ അവന്റെ ഗ്യാങ് വേറൊരു മുട്ടയായിരിക്കും, അതെനിക്ക് തോന്നുന്നത്. അവനൊരു മുട്ട എന്തോ വേണേ കേട്ടാ, വേണേ മൂഞ്ചിട്ട് പോടാ. പിന്നെ മൂഞ്ചിട്ട് പോവാൻ നോക്കടാ. കിട്ടിയ മുട്ട നിന്റെ വായി വെച്ചിട്ടാ ചില മൂലക്ക് മൂഞ്ചി പോയി നിൽക്കും. ചെല്ല് പോടാ. കുട്ട ഇതിനു മുമ്പേ വിൽക്കാതെ നിന്റെ ലീഡറിന്റെ അടുത്ത് നല്ലപോലെ വിൽക്കാതെ വെച്ചിട്ടുണ്ട്. അവന്റെ അടുത്ത് പോയി ചോദിച്ചാൽ മതി. നിന്റെ ലീഡറിന്റെ അടുത്ത് നല്ല വിൽക്കാതെ നല്ല സ്ഫുടതയോടെ പറഞ്ഞിട്ടുണ്ട്. നീ അവന്റെ അടുത്ത് പോയി ചോദിച്ചാൽ മതി. ആ മുട്ടപ്പട്ടി എടുത്ത് പറ്റുവാണെങ്കിൽ നീ അവന്റെ മുട്ടയിലെ തൂറിയും കൂടെ കേട്ടോടാ. നീ പോയി നിന്റെ മുട്ട ലീഡർ ഉണ്ടല്ലോ, ആ മുട്ടപ്പട്ടിയുടെ തല പോയി തൂറി വെക്കടാ. ആ വന്നേക്കുന്നേ. നമുക്ക് ഇങ്ങനെ കഴിവേട്ടാരും ഇല്ല ബ്രോ, കഴിവില്ലാത്ത ആരും ഇല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ലേ? ഇങ്ങനെ കഴിവില്ലാത്തവന്മാരില്ല നമ്മുടെ കൂട്ടത്തില്. നമ്മുടെ കഴിവില്ലാത്തവന്മാരില്ലേ ബ്രോയെ പോലെയുള്ളവരൊക്കെ കുറവാ. അതുകൊണ്ട് ഇവരുടെ ലീഡർ ഉണ്ടല്ലോ, ചില സമയത്ത് ഇങ്ങനെ മറ്റേ ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ സാമാന്യത്തിൽ കയറി പിടിക്കും. ചില സമയത്ത് പറയും, ചില തിരിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ലീഡർ പലയത്തെ കുനിഞ്ഞിരിപ്പുണ്ട്. ചെന്ന് പോയിട്ട് അവന്റെ വായിലെടുത്ത് കൊടുത്തി. ചെല്ലല്ലേ, പോയിട്ടോടാ. ഇച്ചിരി വെള്ളം കുടി. നീ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് സംസാരിക്കുക. നമുക്ക് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് സംസാരിക്കാം. വാ, കമോൺ. നീ തട്ടുകട തുടങ്ങുമ്പോഴത്തേക്ക് വളർത്തുവെട്ടി മേടിച്ചിടോ ഞാൻ വിചാരിച്ചിട്ടാ. നീ അതല്ല വന്നല്ലോടാ. പറയുന്നത് 2 പട്ടികളൂടെ വരുന്നുണ്ട് ചേട്ടാ. മുട്ട തിന്ന് എല്ലിന്റെ ഇടയിൽ കയറുന്ന പട്ടികള്. ബ്രോ കൂടെ നീ തട്ടുകട തുടങ്ങിയ സമയത്താടാ വരയ്ക്കാൻ പട്ടികളെ കൊണ്ട് നിർത്താൻ നീ പറഞ്ഞില്ലല്ലോടാ മുതുകില്. എടാ തട്ടുകട തുടങ്ങുമ്പോഴത്തേക്ക് കുറയ്ക്കാൻ മറ്റേ വയലറ്റ് ഡ്രസ് ഇട്ട പട്ടികൾ വരും നീ പറഞ്ഞില്ലല്ലോടാ പോയി. ഇതെന്താടാ മറ്റേ ഡിആർഇ മൊട്ടപ്പട്ടിയുടെ കോമഡി സ്കിറ്റ് ഉണ്ടെന്ന് ആരും പറഞ്ഞല്ലോ ഇന്ന്. ഡിആർഇ മൊട്ടപ്പട്ടിയുടെ കോമഡി സ്കിറ്റ് ഉണ്ടെന്ന് ഇന്ന് ആരും പറഞ്ഞല്ലോ. ഒന്നാമത് മുട്ട കുടുങ്ങി പോകും. മുട്ടയല്ലാതെ ചേർത്തിട്ട് വെള്ളം കൊറേ മാത്തണ്ണ ഈ സിവിലിയൻസിന്റെ അടുത്ത് വള്ളി എടുക്കല്ലേ മാത്തണ്ണ? ആ മുട്ടയണ്ണ എന്താടാ സർബത്തെ പറ. സർബത്തെ
സുഖ നമ്മളില്ല കണ്ടാ മതി. സർബത്ത് പോയോ? ഹലോ നമ്മളില്ല. മാമാ ഈ സർബത്തൊന്നും മിണ്ടാത്തെ? അവൻ സർബത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കണായിരിക്കും മാമ. ഹലോ എന്റെ അച്ഛനോട് കടയിട്ടിട്ടുണ്ട് തോന്നുന്നു. ഷമീർ ഞാൻ പറഞ്ഞു കേക്കാവോ? ഹലോ മുട്ടയൊക്കെ പിടിക്ക് തീരാറായാ ഷമീറേ ബോബേടാ കത്തിയാ? എന്നെ മോച്ച് ഹലോടാ ബോബേ കേക്കാവോ? ഹലോ ഈ ഗ്രേപ്പ് വേഴ്സസ് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു. ഹലോ ഗ്രേപ്പ് വയ്ക്കുന്നു ഒരിടത്ത് ഗ്രേപ്പ് വോയിസ് ചാറ്റ് ഓഫ് ആക്കിട്ട് ഓണാക്കടാ ബോബോയ്. ആ ഷമീറ പറയടാ, എന്തോടാ വിളിച്ചെന്നെ? ഹലോ ആ ഇതാ സർബത്ത്. ഞാൻ പണ്ടത്തെ സ്നേഹം വെച്ചിട്ട് സംസാരിച്ചു. എന്തോടാ പറയടാ? ഓ അവന്റെ സ്നേഹം. ഷമീറ പറ. ഷമീറ പറ. സർബത്തിനെ തൂക്കിയേട്ടാ. സ്റ്റീവ് വന്നടാ. അവനൊന്നല്ല. ഹലോ ശബ്ദം അടച്ചെന്ന് തോന്നുന്നു. കേക്കുന്നാടാ ബോബോയ്? ഹലോ കേക്കാവടാ ബോബോയ്? സ്റ്റീവേ നീയാണ് കേട്ടാ. കേക്കുന്നാടാ? സ്റ്റീവേ നീയാണ് കേട്ടാ. ഇല്ലടാ വോയിസ് കേൾക്കുന്നില്ലടാ. ഹലോ കേക്കുന്നില്ലടാ. ഹലോ കേക്കുന്നില്ലേ? ഹലോ കേക്കാവോ? ഹലോ എടാ വോയിസ് ചാറ്റ് ഓഫ് ആക്കിട്ട് ഓണാക്കടാ. വോയിസ് ചാറ്റ് ഓഫ് ആക്കിട്ട് ഓണാക്ക്. അതാ വോയിസ് ചാറ്റ് ഓഫ് ആക്കിട്ട് ഓണാക്കിയാ മതി. മ്യൂട്ട് മാറും. ഇത് അവരുടെ സൈഡ് മ്യൂട്ട് ചെയ്യാൻ നമ്മുടെ സൈഡ് മാത്രം മ്യൂട്ട് ചെയ്ത്. വോയിസ് ചാറ്റ് ഓഫ് ആക്കിട്ട് ഓണാക്കിയാ നമുക്ക് വെയിറ്റ്. നമുക്ക് ഇച്ചിരി മാറി വയ്ക്കാം. വോയിസ് ചാറ്റ് ഓഫ് ആക്കിട്ട് ഓണാക്കടാ. കേക്കുന്നാടാ? ആ കേക്കുന്നു. ചോടുമട്ട വേണ്ട അവൻ മുട്ട വറക്കാൻ പോയേക്കും. കാട്ടിൽ താറാവിനെ പിടിച്ചിട്ട് മുട്ട ഇടിപ്പിച്ചിട്ടുണ്ട്. അത് രണ്ട് മുറുക്കി ഇരിപ്പുണ്ട്. എല്ലാവർക്കും ഓരോ മുട്ട വിട്ട് വരും. അപ്പോൾ മേടിച്ചാൽ മതി എല്ലാവരും. വണ്ടിയൊക്കെ വരുന്നുണ്ട്. നമ്മളിവിടെ സിറ്റിസൺസ് ആണെങ്കിൽ എന്താ വിളിയാ? എടാ ബോബോയ് നമ്മളിവിടെ സിറ്റിസൺസ് ആണെങ്കിൽ എന്താടാ ബോബോയ്? എടാ ബോബോയ് നമ്മളിവിടെ സിറ്റിസൺസ് ആണെങ്കിൽ എന്താടാ? അവര് നിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആൾ ഇവിടെ ഉണ്ടല്ലേ? സത്യല്ലേ? ലോക്കൽ സപ്പോർട്ട് ഒക്കെ നമ്മളെ തല്ലാൻ പറഞ്ഞ കൊന്നോണ്ട് വരാൻ പോകുന്ന പിള്ളേരാണിത്. നമ്മള് ഗണ്ണെടുക്കേണ്ട ആവശ്യമില്ല. ഇവരെ വേണമെങ്കിൽ ഇടിച്ചു വരെ കൊല്ലാം. നമുക്ക് അത്രേ ഉള്ളു ഇമാര്. അല്ല ഇനി ഇത്ര ആളാവണമെങ്കിൽ അവന്റെ ഗ്യാങ്ങിനെ മൊത്തം വിളിക്കണം. ലോക്കൽ സപ്പോർട്ടുള്ള കണ്ണന് മുട്ട കൊടുത്താലേ ആള് വരുള്ളൂ, അല്ലാണ്ട് വരത്തില്ല. സംഭവം 1 മണി കഴിഞ്ഞ അതാണ് പ്രശ്നം. നിങ്ങള് നമുക്ക് കണക്കാന്ന് കേട്ടോ. എന്താ ഇത്? ഓ നീ അങ്ങോട്ട് പട്ടാർത്തത് ഇവിടെ നമ്മളിവിടെ കാണും. ബാക്കി അമ്മമാര് ഇങ്ങോട്ട് വരുവാണെങ്കിൽ എന്തോ ചെയ്യാം. ആ മൊട്ടപ്പട്ടി ആണാണ് ഇങ്ങോട്ട് വരട്ടെ. അവിടെ പോണ്ട. അവന്മാര് മുട്ട എന്നോണ്ടിരിക്കും. അപ്പൊ അവന്മാർ ഇങ്ങോട്ട് വരും. തിന്നിരുമ്പോ ഇങ്ങ് വരും. ബ്രോ ഇവിടത്തെ മുട്ട കുറച്ച് ചെറുതാണ് ബ്രോ. ചൂട് മുട്ട വേണമെങ്കിൽ അങ്ങോട്ട് പോണം. അവിടെ അപ്പുറത്ത് വലിയ മുട്ട, ചെറിയ മുട്ട, ലിസ്റ്റിലുള്ള മുട്ട അവന്റെ ഉണ്ട്. അവൻ പ്രത്യേക മുട്ട ഉണ്ടാക്കി കൊടുക്കും. അവൻ പൊട്ടിച്ച് കാണിച്ചു തരും. അവനാക്കി പൊട്ടിക്കുള്ള കഴിവുണ്ട് മുട്ടയ്ക്ക്. ആ മുട്ട മെയിൻ മുട്ട. കായില്ല ബ്രോ, കായില്ല, മുട്ടയുള്ളൂ.
എത്ര പേരാ ചേട്ടാ നമുക്ക് നമുക്ക് എത്താനാണെങ്കിൽ നോക്കിയാണോ അല്ലെങ്കിൽ എത്ര പേരുടെ ഇത് അവന്മാരുടെ അല്ലണ്ണ അവന്മാരുടെ താറാവേ അല്ലണ്ണ ഈ മറ്റേ വിക്ക് മുട്ട ഇട്ടില്ലേ അവൻ കൊറേ മുട്ട ഇട്ടില്ലേ അവനെ കാട്ടി പിള്ളേര് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം അവന്റെ മുട്ടകളാ കുറച്ച് നമുക്ക് എല്ലാവർക്കും പൊട്ട 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 പൊട്ടേ പൊട്ട പൊട്ടേ എന്ന് പറഞ്ഞ നടന്നാലോടാ ആളിയാ എല്ലാരും റെഡിയാണ് എല്ലാരും റെഡിയാണ് ഇവന്മാരെ വിളി എല്ലാരും പാടാ എല്ലാരും വന്നേടാ എല്ലാരും വന്നേടാ എല്ലാരും അമ്മാർ പഠിച്ചത് മുട്ട മുട്ട മുട്ടയെ മുട്ടയെ മുട്ട ചീഞ്ഞ മുട്ട എന്ന് പറഞ്ഞ് നടക്കണേ ഫുൾ മുട്ട വാ 3 2 1 എല്ലാരും വിട്ടോ കുട്ടാ വിടാ വാടാ എല്ലാരും വാ പട്ടിയുടെ കൊല്ലം റോസ്റ്റ് ചെയ്ത മുട്ടയുണ്ട് മുട്ടപ്പട്ടി എന്തൊക്കെ അവസ്ഥയാടാ കൂട്ടാ അയ്യോ സോറിടാ കൂട്ടാ ക്ഷമിക്കണേ നീ പട്ടപ്പട്ടി നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റൂ നടുക്കത്തെ മുട്ട തായ്ക്കുന്നത് അയ്യോ ഇടക്കിട്ടൊരു താങ്ങും വെടിവെപ്പൊക്കെയാടാ അയ്യോ ഔ പുവർ ഓ അളിയാ പറ ഞാനും അടിച്ചൊക്കെ വന്നു കേട്ടാ പൊട്ടി കേട്ടാ അവരടിക്കുന്ന അടിയിട്ട് നമുക്ക് ഇവിടെ കാണാം നമ്മളെ തോക്കില്ലല്ലോടാ ഇതിപ്പോ പ്രശ്നമാ കേട്ടാ എന്തൊരു ഗതികെട്ട നമ്മളില്ല കണ്ടാ മതി ഇതൊക്കെ എന്തൊരിത് അടി നമ്മള് കണ്ടാ മതി ഫുൾ സപ്പോർട്ട് ഇത് ആരൊക്കെയാടാ ഫൈറ്റ് ആർക്കറിയാം ഇത് DRV അവര് തമ്മിൽ തല്ലുവാണോ എന്തൊരു ഗതികേടൊക്കെയാന്ന് പറ കണ്ണാപ്പി ഓ പറടാ എല്ലാവർക്കും കൂടെ ചെന്ന് എന്താടാ എല്ലാവർക്കും കൂടെ ചെന്നിട്ട് അവന്മാരെ ബാക്കിൽ നിന്ന് ഇങ്ങനെ നിന്നിട്ട് അങ്ങ് അടിച്ചിട്ടല്ല. ഓ അത് വേണം നടക്കും. പക്ഷെ എല്ലാരും ഡിസ്റ്റർബ് ചെയ്യണം അവന്മാരെ. ഹെൽമെറ്റ് വേണം. എല്ലാവർക്കും ഹെൽമെറ്റ് വേണം. പാട്ട് ഓഫ് ചെയ്യണം. ഇത്രയും പേരോടെ പോയി. ഇനി ആള് വേണം. എല്ലാരും ഒരു സ്ഥലത്തോട്ട് വിളിച്ചേ. നമ്മളെല്ലാരും ആദ്യം ഒരു സ്ഥലത്തോട്ട് വാ. എടാ നമ്മളവിടെ ചെല്ലുന്നു, അവന്റെ ബാക്ക് എല്ലാരും അങ്ങോട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് അറിഞ്ഞൂടാ. ഒരാളുടെ ബാക്കിൽ ചെന്നിട്ട് എയിം ചെയ്തിട്ട് കൺട്രോൾ ഞെക്കിയിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊല്ലാൻ പറ്റും. എടാ നിങ്ങളുടെ എത്ര പേരെ തോക്കുണ്ട്? കൺട്രോൾ അടിച്ച് അടിച്ചിട്ടാ മതി. ഓക്കെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഷിഫ്റ്റ് പ്ലസ് ഡബ്ല്യു പ്ലസ് ഇ ഞെക്കിയേ. കണ്ണാപ്പി വാടാ സമയമില്ല. ഓ ഷിഫ്റ്റ് പ്ലസ് ഡബ്ല്യു പ്ലസ് ഇ. മനസ്സിലായി. എല്ലാരും ആ ഗ്യാങ് ഡ്രസ് ഇട്ടവന്മാരെ ഇറങ്ങിയോടാ? ഇറങ്ങിന്ന് തോന്നണ്ടാ. എല്ലാരും കൂടെ ഒരുമിച്ച് ഇറങ്ങിയേട്ടാ. ഈ വേഷം കിട്ടുമെന്ന് മനസ്സിലായേട്ടാ. സിറ്റിസൺസിന്റെ വേഷം കിട്ടുമെന്ന് മനസ്സിലായേട്ടാ. ഇത്ര പേര് എടാ നോക്ക്, നീ ബാക്കിലോട്ട് നോക്കണ പോവോ നീ ഒന്ന്. എടാ അവന്മാർ എത്ര പേര്, നീ ബാക്കിലോട്ട് നോക്ക, നടന്നു വരുന്ന പടം നോക്ക്.
നീ പടന്നു വരുന്ന പടം നോക്ക്. എടാ എല്ലാരോടെ ഇടിച്ച് കൊന്നു കഴിഞ്ഞാൽ മറ്റേ അളിഞ്ഞ് തൂറാ, മനസ്സിലായി? നാളത്തെ ഗ്യാങ് ഇടിച്ചു കൊന്ന ഗ്യാങ് എന്ന് പറഞ്ഞേ. ഓ വിക്കിന്റെ മുട്ട പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പേടിച്ചു ഓടിയത്. പുള്ളി മുട്ട പേടിച്ച് DRV റിപ്പോർട്ട് വീസി കുനിഞ്ഞിരുന്ന് സ്വന്തം അണ്ടി അടിക്കട്ടെ. ഇനി വിക്ക് കുനിഞ്ഞിരുന്ന് അങ്ങനെ സ്വന്തം അണ്ടി അടിക്കട്ടെ. അല്ലണ്ണ, ഈ പുള്ളിക്ക് ഞാൻ ഒരു ഇച്ചിരിയെങ്കിലും ഇത് കൊടുത്തായിരുന്നു. പക്ഷെ ഇപ്പൊ അല്ല, നീ ആ കമ്പനി പുറത്താ പുള്ളി അങ്ങനെ വിളിച്ചതറിയാം. എന്നിട്ട് അവൻ എന്റെ അടുത്ത് കൊണച്ചോണ്ടിരുന്നു കള്ള കഴിവേറി. കുട്ടാ പറയടാ എടാ, നമുക്ക് വേണ്ടി ഇത്ര പേര് ചാവാനും തയ്യാറാടാ പോയി. ഒന്ന് ആലോചിച്ചടാ പോയി. നമ്മളൊരു 5 മിനിറ്റ് വൈകി പോടല്ലേ ഓ ഇവിടെ കൂട്ടത്തല്ലേ അല്ലേ? നാണം കെട്ടടാ അവന്മാർക്ക് മനസ്സിലാടാ, അവന്മാര് നാണം കെട്ട് ഇറങ്ങി പോയതാ അവന്മാര്. അല്ലണ്ണ, ഇനിയിപ്പോ നാണം കെട്ടുവെന്ന് വെച്ചാ വിക്കിന്റെ മുട്ട നമ്മളെല്ലാം അടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാലേ പുള്ളിക്ക് പേടിയാവും. പിന്നെ പുള്ളി പിന്നെ ഗ്യാഗ് വെച്ചിട്ട് അങ്ങേർക്ക് മനസ്സിലായടാ. ഒന്ന് ആലോചിച്ചടാ, DRV എല്ലാ സിറ്റിസൺസിലൂടെ മറ്റേ പെടലിക്ക് അടിച്ച് കൊന്നങ്ങ് ഇട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ചേ. സത്യം, നാട്ടുകാര് തല്ലിക്കൊന്ന ഗ്യാങ് നാട്ടുകാര് അല്ല ഇപ്പൊ ഓൾറെഡി എങ്ങനെ ആയടാ? നാട്ടുകാർ എല്ലാം കൂടെ കെടുത്തിട്ട് പെരുമാറിയില്ല അവന്മാര്. പേടിച്ചോടി, നാട്ടുകാര് ഓടിച്ച് പേടിച്ചോടിച്ച് ഓ ഒരു സിറ്റി വന്നിട്ട് ഒരു ഗ്യാങ്ങിനെ മൊത്തം ഉറപ്പിച്ച്. കൊള്ളാം കേട്ടോ. KTM ഉണ്ടായതാ. ഓ പറടാ, ഞാൻ ട്വീറ്റ് ഇട്ടായിരുന്നു. പറടാ, രണ്ട് സിവിലിയൻ വന്നിട്ട് ഒരു ഗ്യാങ്ങിനെ ഇവിടെ ഓടിക്കണെങ്കിലേ അതൊരു റേഞ്ച് തന്നെയാണോ പോയി? അതൊരു റേഞ്ച് തന്നെയാണ് കേട്ടാ. ഇവിടെ നോക്കി നമ്മുടെ പുറയിലിട്ടൊക്കെ നമുക്ക് ചാവാൻ വേണ്ടി എത്ര പേരാണ്? ചാവാൻ വേണ്ടി എത്ര പേര്? അത്രേ ഉള്ളോ? വെറുതെ ഉത്തരം മുട്ടുമ്പോ അല്ലെങ്കിലും മറ്റേ താറാവ് കൊള്ളയാണല്ലോ. നാളെ വിക്ക് സ്വർണ്ണ മുട്ട ഇടാൻ പോകും എല്ലാവർക്കും കൊടുക്കും. റോക്ലി വീണ്ടും ഓസി അത് പോയി അഡ്മിൻസിനോട് ചോദിക്കുന്നത്. ഇവൻ ജോൺ വിക്കും ഇത് തന്നെ ഓസി പറച്ചില്, ഇവനും ഓസി പറച്ചില്. എനിക്ക് അറിഞ്ഞൂടാട്ടാ. എന്തൊരു പറയാനാ? ഇതിനപ്പുറം ഒരു നാടൊക്കെ എനിക്ക് 2ാം പറ ഒരുത്തിന്റെ പെടലൊക്കെ അടിച്ചിട്ടപ്പോ എനിക്ക് സമാധാനമാടാ. ഞാനൊരുത്തിന്റെ അടിച്ചിട്ടടാ. അവന്മാർ കൺഫ്യൂഷൻ ആരാ അടിച്ചോട്ടെ, അവന്മാർക്ക് തന്നെ മനസ്സിലായില്ല ഏട്ടാ. അല്ലേ അപ്പം നമുക്ക് ഇറങ്ങാടാ പിള്ളേരെ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അത്രയുള്ള നാളെ കാണാം. അത്രയുള്ള ബൈ എല്ലാവർക്കും ബൈ. ഇപ്പഴാ കഴിച്ചൊരു സന്തോഷമായിട്ട് സത്യം പറഞ്ഞാൽ ഇറങ്ങിയത്.